സഹാബി പറഞ്ഞത് ഈ പോകുന്ന ആൾ എനിക്ക് വല്ലാത്ത പ്രിയമുള്ളതാണ് നബിയേ. ഉടനെ മുത്തുനബി തങ്ങൾ ചോദിക്കുന്നുണ്ട്, സഹാബാ നിന്റെ ഇഷ്ടം നീ അവനെ അറിയിച്ചിട്ടുണ്ട് സഹാബാ? ആ ആളോട് നീ പറഞ്ഞിട്ടുണ്ട് സഹാബത്തെ എനിക്ക് നിങ്ങളെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഈ സഹാബി പറഞ്ഞു, ഇല്ല നബിയേ. മുത്തുനബി തങ്ങൾ പറഞ്ഞു, ഓടി പിന്തുടർന്നുകൊണ്ട് ആ ആളോട് പറയണം, അതുഹിബ്ബു ഫില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു എന്ന് നീ അവനോട് പറയണം. അല്ലാഹുവിന് വേണ്ടി അവനെ ഇഷ്ടപ്പെടണം. അങ്ങനെയല്ലേ പള്ളിയിലെ ഉസ്താദിനെയും മുതഅല്ലിമീങ്ങളെയും ഒക്കെ ആളുകൾ ഇഷ്ടപ്പെടുന്നത്. അല്ലാതെ ഇവരെന്ത് സുഹൃതം ചെയ്തിട്ടാണ് ഇവർ ഈ വെള്ളയും ഇട്ടുകൊണ്ട് പള്ളിയിലെ ഇമാമത്ത് നിൽക്കുമ്പോ, പള്ളിയിലെ ദർസ് ഓതി പഠിക്കുമ്പോ ഈ ആളുകളൊക്കെ ഇവരെ സ്നേഹിക്കുന്നത് എന്താണ്? അത് ഏത് സ്നേഹമാണ്? അതാണ് തഹബ്ബാ ഫില്ലാഹ്, അതാണ് അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള സ്നേഹം. അങ്ങനെ ഒരാളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ആളുടെ വണ്ണവും വലുപ്പവും മഹിമയും കണ്ടിട്ടല്ല. ഹബീബായ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഉലമാഉ ഉമ്മത്തി കഅംബിയാഇ ബനി ഇസ്രായീൽ, ഈ സമുദായത്തിലെ ഉലമാക്കൾ അവർ ബനു ഇസ്രായേലിലെ അമ്പിയാക്കളെ പോലെയാണെന്ന് മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ആ പേരിൽ ഞാൻ ആലിമീങ്ങളെ മുതഅല്ലിമീങ്ങളെ സ്നേഹിക്കുകയാണ്. അങ്ങനെ ഒരാളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ, അല്ലാഹുവിന്റെ മാർഗത്തിലായാൽ അവനക്ക് നാളെ അർശിന്റെ തണലുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ ഹബീബ് തങ്ങൾ പറയുന്നു, നാലാമതായി മുത്തുനബി തങ്ങൾ പറയുന്നത്, ശ്രദ്ധിച്ചു കേട്ടോ പ്രിയപ്പെട്ട ഉമ്മ, മറ്റുള്ളതിൽ നിന്നൊക്കെ ശ്രദ്ധകളെ തിരിച്ചുകൊണ്ട് ആ ശ്രവണ പുടങ്ങളെ തിരിച്ചു വെച്ചോ. ശ്രദ്ധിച്ചു കേട്ടോ, ഹബീബ് തങ്ങൾ നാലാമതായി പറയുന്നു, ആരെന്നറിയോ? വറജുലുൻ ദഅതുഹു ഇംറഅത്തുൻ ദാത മൻസബിൻ വജമാൽ ഫഖാല ഇന്നി അഖാഫുല്ലാഹ്. മുത്തുനബി തങ്ങൾ പറയുകയാണ്, വറജുലുൻ ഒരാളുമാണ്, അങ്ങനത്തെ ആളാ, ദഅതുഹു ഇംറഅത്തുഹു ഒരു സുന്ദരിയായ പെണ്ണ്, സുന്ദരിയായ നല്ല തറവാട്ടിൽ പറഞ്ഞ ഒരു പെണ്ണ്. ആ പെണ്ണിനോട് ഒരു ആണ് ചെന്നുകൊണ്ട് അവളോട് ചോദിക്കുകയാണ്, ഞാൻ നീയുമായി എന്റെ ലൈംഗികത ഒന്ന് പങ്കിടട്ടെയോ എന്നൊരു പെണ്ണിനോട്. എങ്ങനത്തെ പെണ്ണാണ്? ഇതിനൊക്കെ വേണ്ടി നടക്കുന്നവളല്ല, അവള് നസബാണ്, അവള് വലിയ തറവാട്ടുകാരിയാണ്, മഹിമയുള്ളവളാണ്, കാണാൻ നല്ല ചൊറുചൊറുക്കുള്ള പെണ്ണാണ്. അങ്ങനത്തെ പെണ്ണിനോട് ചെന്നിട്ട് ഒരാണ് ഇങ്ങനെ ചോദിക്കുമ്പോ ആ പെണ്ണ് തിരിച്ചു മറുപടി പറയുകയാണ്, ഇന്നീ ഞാൻ അല്ലാഹുവിനെ പേടിക്കുന്നു മനുഷ്യ എന്ന് ആ സമയത്തൊരു പെണ്ണ് പറഞ്ഞാൽ അവൾ ഉറപ്പിച്ചു വെച്ചോ, നാളെ അർശിന്റെ തണൽ ലഭിക്കുന്ന വിഭാഗത്തിൽ ഒരു വിഭാഗം അവളാണെന്ന് മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയപ്പെട്ട യുവാക്കളോട്, എന്റെ പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കളോട്, സഹോദര